വേനൽ ചൂടിൽ നാം എന്തുരുകയാണ്. നമുക്ക് ഏകാശ്രയമായ നമ്മുടെ വീടും അത്തരത്തിലാണെങ്കിലും വേനലിൽ വീട്ടിലെ ചൂട് കുറയ്ക്കാനുള്ള ചില മാർഗങ്ങളാണ് നാം ഇന്ന് ഈ വീഡിയോയിൽ വിശകലനം ചെയ്യുന്നത്. വീട്ടിലെ ചൂട് കൂടുന്ന 3 കാര്യങ്ങളാണ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം മേൽക്കുരയിൽ വെയിലേറ്റ് ചൂട് പിടിക്കുന്നതാണ്. രണ്ടാമത്തേത് ചുവരുകൾ വെയിലേറ്റ് ചൂട് പിടിക്കുന്നതും മൂന്നാമത്തേത് വീട്ടിനകത്ത് വായു ചൂട് പിടിക്കുന്നതുമാണ്. ഈ 3 കാര്യങ്ങളാണ് ഒരു വീടിനെ ചൂട് കൂടുവാൻ കാരണമാകുന്നത്. ഇതിൽ ഓരോ പ്രശ്നങ്ങളും എങ്ങനെ പരിഹരിക്കാം എന്നാണ് നാം ഈ വീഡിയോ ചർച്ച ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം പതിക്കുന്നത് മേൽക്കുരയിൽ തന്നെയാണ്. ഇതിലാണ് നാം ആദ്യം ശ്രദ്ധ പതിപ്പിക്കേണ്ടത്. മേൽക്കുര ചൂട് കുറയ്ക്കാൻ മേൽക്കുരയിൽ പതിക്കുന്ന വെയിലിന്റെ അളവ് കുറയ്ക്കുക എന്നതാണ് പ്രധാനമായ വെല്ലുവിളി. ഷീറ്റ് കൊണ്ടുള്ള ടെറസ് വർക്കുകൾ പ്രചാരത്തിലുണ്ടെങ്കിലും നാം ഈ വീഡിയോയിൽ ചെലവ് കുറവുള്ള മാർഗങ്ങൾ മാത്രമാണ് ചർച്ച ചെയ്യുന്നത്. മേൽക്കുരയിൽ സൂര്യപ്രകാശം കുറയ്ക്കാൻ ഒരു ഉത്തമ മാർഗമാണ് ഗ്രീൻ ഷെയ്ഡുകൾ. 70 മുതൽ 80% വരെ ഷെയ്ഡ് തരുന്ന ഗ്രീൻ ഷെയ്ഡുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. മേൽക്കുരയിൽ പൈപ്പുകൾ സ്ഥാപിച്ച് അതിനു പുറകെ കമ്പികൾ കെട്ടി അതിനു മുകളിൽ ഈ ഗ്രീൻ ഷെയ്ഡ് വിരിക്കാവുന്നതാണ്. ഇത് നല്ലവണ്ണം ചൂട് കുറയ്ക്കും. രണ്ടാമത്തെ ചൂട് കുറയ്ക്കുവാനുള്ള മാർഗം എന്നത് സൺ റിഫ്ലക്ഷൻ പെയിന്റുകൾ അടിക്കുക എന്നുള്ളതാണ്. ഈ സൺ റിഫ്ലക്ഷൻ പെയിന്റുകൾ അടിക്കുന്നത് മൂലം 10 മുതൽ 20 ഡിഗ്രി വരെ മേൽക്കുരയുടെ ചൂട് കുറയ്ക്കുവാൻ സാധിക്കും. ഇതിന് കാരണം അതിൽ അടങ്ങിയിരിക്കുന്ന പ്രത്യേകതരം പദാർത്ഥങ്ങളാണ്. ഇവ സൂര്യപ്രകാശത്തെ പ്രതിഫലിപ്പിച്ചുകൊണ്ട് ചൂട് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഒരു മാർഗം പൈപ്പുകൾ സ്ഥാപിച്ച് അവയിൽ കമ്പികൾ കെട്ടി അതിലേക്ക് കോവൽ, പാഷൻ ഫ്രൂട്ട് മുതലായ വള്ളിച്ചെടികൾ പടർത്തുന്ന രീതിയാണ്. പക്ഷേ ഇതിന് ക്ഷമയോടെ കാത്തിരിക്കേണ്ടി വരും. കാരണം വള്ളി പടർന്നു വരാൻ 1 വർഷമെങ്കിലും എടുക്കും. ഈ മാർഗം അവലംബിക്കുകയാണെങ്കിൽ വീട്ടിലേക്കുള്ള ഫലവർഗ്ഗങ്ങൾ കൂടി നമുക്ക് ലഭിക്കും എന്നൊരു ഗുണം കൂടിയുണ്ട്. ഗ്രീൻ നെറ്റിലും വള്ളി പടർത്തുന്ന രീതിയിലും ഇതിന് താഴെ മറ്റു പല പച്ചക്കറികളും പൂച്ചെടികളും വെയിലിൽ വാടാതെ അധികം നനയില്ലാതെ വളർത്താൻ കഴിയും. ഇത് കുറച്ചുകൂടി ചൂട് കുറയും. ചുവരുകളിൽ ചൂട് കുറയാൻ വീടിന്റെ വശങ്ങളിലായി ശാഖകളില്ലാത്ത മരങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നത് നല്ലതാണ്. ഇതിന് കാലതാമസം വരുമെങ്കിലും ചൂട് കുറയ്ക്കുവാനും ശുദ്ധവായു ലഭിക്കുവാനും ഇത് നമ്മളെ സഹായിക്കും. വീടിനുമാണ് ഇതിന് പറ്റിയ നല്ല വൃക്ഷം അശോകമരമാണ്. ഇപ്പോഴും പല സർക്കാർ സ്ഥാപനങ്ങളിലെയും വശങ്ങളിൽ ഇത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇതിനെ പരിപാലനം തീരെ വേണ്ട എന്നതാണ് മെച്ചം. വേനലിൽ വൈദ്യുതി ചെലവ് എങ്ങനെ കുറയ്ക്കാം എന്നതിനെ കുറിച്ച് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ലിങ്ക് വീഡിയോയുടെ താഴെ കൊടുക്കാം. വീടിനകത്ത് സൂര്യപ്രകാശം പതിക്കുമ്പോൾ അകത്തെ വായു നല്ലപോലെ ചൂടാവും. ഇതും ചൂട് കൂടാൻ കാരണമാണ്. അതിനാൽ പകൽ സമയങ്ങളിൽ സൂര്യപ്രകാശം ജനലുകൾ വഴി വരുന്നത് പരമാവധി തടയുവാൻ നമുക്ക് കർട്ടനുകളും ബ്ലൈൻഡുകളും ഉപയോഗിക്കാം. സന്ധ്യാസമയം കഴിഞ്ഞാൽ കർട്ടനുകൾ മാറ്റി ജനലുകൾ തുറന്നിടണം. അപ്പോൾ തണുത്ത വായു അകത്ത് പ്രവേശിച്ച് വീടിനെ തണുപ്പിക്കും. ജനൽ തുറന്നിടുമ്പോൾ പ്രാണികളും ഇഴജന്തുക്കളും അകത്ത് പ്രവേശിക്കാതെ നോക്കണം. ഇതിനായി ചിലവ് കുറഞ്ഞ രീതിയിൽ വലകൾ സ്വന്തമായി എങ്ങനെ സ്ഥാപിക്കാം എന്നതിനെ കുറിച്ച് ഒരു വീഡിയോ ഉടനെ ചെയ്യുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.